നമസ്കാരം. ഞാൻ ബിജീഷ് ഉള്ളൂർ. പ്രൊഫഷണലി ഒരു ഫുൾ ടൈം ട്രേഡറാണ്. എല്ലാവർക്കും ബിജീഷ് ഉള്ളൂർ മാർക്കറ്റ് പ്രഡിക്ഷൻ ആൻഡ് അനാലിസിസിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി. കഴിഞ്ഞ ദിവസത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്, വരും ദിവസങ്ങളിലായാലും എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം, കറണ്ട് ട്രെൻഡ് എങ്ങനെയാണ്, ഈ ഒരു ട്രെൻഡ് നമുക്ക് എങ്ങനെ കൃത്യമായിട്ട് മാനേജ് ചെയ്യാം. കഴിഞ്ഞ ദിവസമായാലും നമ്മൾ സൂചിപ്പിച്ചിരുന്ന ഒരു സപ്പോർട്ട് ലെവൽ, നമ്മളൊരു ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് ലെവലാണ് നമ്മൾ പറഞ്ഞിരുന്നത് 21,660. 21,660 താഴത്തേക്ക് കുറച്ച് സമയം സസ്റ്റെയിൻ ചെയ്താൽ മാത്രമാണ് ആ ഒരു വീക്ക്നെസ് സെൻറ്റിമെൻറ്റിൽ നിഫ്റ്റിയിലായാലും സ്റ്റാർട്ട് ചെയ്യുന്നതിന് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. ഈ ഒരു ഇമ്പോർട്ടൻറ്റ് ലെവലിൻ്റെ അടുത്ത് നിന്നായാലും നിഫ്റ്റി ബൗൺസ് ചെയ്യാനായിട്ട് ശ്രമിക്കുമെന്ന് സൂചിപ്പിച്ചിരുന്നു. തുടക്കത്തിലായാലും ഈ ഒരു ലെവലിൽ നിന്ന് ബൗൺസ് ചെയ്തിട്ടാണ് ഈ ഒരു സപ്പോർട്ട് ലെവലിൽ ആണ് നിലനിർത്തിയിരുന്നത്. അതിന് ശേഷമായാലും ഇതിൻ്റെ താഴത്തേക്ക് ജസ്റ്റ് ഒന്ന് വന്നെങ്കിലും വീണ്ടും അതേ രീതിയിൽ തന്നെ തിരിച്ചു കയറി ഈ ഒരു സപ്പോർട്ട് ലെവലിൻ്റെ മുകളിലേക്ക് തിരിച്ചു കയറി. നമ്മളിപ്പോഴും പറയുന്നതാണ്, കേസ് ഷോർട്ട്സ് ആൻഡ് ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാൻഡിൽ അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് തിരിച്ചു കയറിയ ബൈയുടെ ഒരു സെൻറ്റിമെൻറ്റിലേക്ക്, അല്ലെങ്കിൽ നമ്മൾ നിഫ്റ്റി 21,720, അതായത് ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് ലെവൽ ഹോൾഡ് ചെയ്തുകൊണ്ട് നിഫ്റ്റി 21,720 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ, 715 കഴിഞ്ഞ ദിവസത്തെ റെസിസ്റ്റൻസ് തന്നത്. അപ്പോൾ 715 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ബൈ ആണ്. അപ്പോൾ ഈ ഒരു ലെവലിൽ നമുക്ക് ഇത്രയും സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തുകൊണ്ട് നമുക്ക് ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. അതിന് ശേഷമായാലും നിഫ്റ്റി ആയാലും അവസാനത്തെ ഒരു സെക്ഷൻ വരെ ആ ഒരു സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്യാതെ ഒരു ബൈ സെൻറ്റിമെന്റിലാണ് നിഫ്റ്റി നിലനിർത്തിയിരുന്നത്. ഓരോ ദിവസം പറയുന്ന ഒരു പ്ലാനുകളൊക്കെ എപ്പോഴും ശ്രദ്ധിക്കുക. ആ ഒരു പ്ലാനുകൾ അനുസരിച്ചാണ് നമുക്ക് എപ്പോഴും ട്രേഡ് മാനേജ് ചെയ്യേണ്ടത്. അപ്പോൾ നിഫ്റ്റിയിലായാലും ആ ഒരു വലിയൊരു ഫാള് വന്നിരിക്കുന്ന ഒരു സമയത്താണ് നമ്മളിത് പറഞ്ഞിരുന്നത്, ഈ ഒരു ലെവലിൽ നിന്നായാലും ബൗൺസ് ചെയ്യാനായിട്ട് നിഫ്റ്റി ആയാലും ശ്രമിക്കും. അതിനുശേഷമായാലും നിഫ്റ്റി 15 മിനിറ്റ് ടൈം ഫ്രെയിമിൽ ഇട്ട് നോക്കി കഴിഞ്ഞാൽ എക്സാക്റ്റ് ആയിട്ട് മനസ്സിലാവും നിഫ്റ്റി ആയാലും അതിനൊരു താഴത്തേക്ക് നിഫ്റ്റി ആയാലും സസ്റ്റെയിൻ ചെയ്തിട്ടില്ല. അതിനുശേഷമായാലും ഒരു ഫാൾസ് മൊമെന്റ് ആണ് താഴത്തേക്ക് അത് വന്നിരുന്നത്. അതിനുശേഷമായാലും തിരിച്ച് അതിൻ്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുകയായിരുന്നു നിഫ്റ്റിയിലായാലും സംഭവിച്ചിരുന്നത്. അപ്പോൾ നിഫ്റ്റിയിലായാലും ഈ ഒരു ട്രെൻഡിനെ കുറിച്ച് നമ്മളത് പറഞ്ഞിരുന്നു. ഫെബ്രുവരി 8 തീയതി വലിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് മാർക്കറ്റിൽ വന്നെങ്കിലും നിഫ്റ്റിയിലും വോളറ്റാലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ നിഫ്റ്റിയിലായാലും ആ ഒരു ബൗൺസിന് സാധ്യതയുണ്ട്. നിഫ്റ്റി ആയാലും 21,800 880 വരെ ബൗൺസ് ചെയ്യാനുള്ളൊരു സാധ്യത നിഫ്റ്റിയിലുണ്ട്. അപ്പോൾ നിഫ്റ്റി ആയാലും ഇൻ കേസ് 21,880 ആ ഒരു ലെവലൊക്കെ കിട്ടുകയാണെങ്കിൽ നിഫ്റ്റി ഒരു ഷോർട്ട്സ് ആൻഡ് ഒരു ഓപ്പർച്യൂണിറ്റിക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകേണ്ടത് അതിൻ്റെ ഒരു താഴത്തേക്ക്. കാരണം നിഫ്റ്റി ആയാലും ഈ ഒരു ലെവലിൽ നിന്ന് ബൗൺസ് ചെയ്താലും പിന്നെ നിഫ്റ്റി ആയാലും ഒരു ഹയർ ലെവൽ ആ ഒരു റേഞ്ച് ആയിരിക്കും 21,880 900. പക്ഷേ നിഫ്റ്റി ആയാലും ഒരു 920 മുകളിലേക്കൊക്കെ സസ്റ്റെയിൻ ചെയ്താൽ ഷോർട്ട്സ് ആൻഡ് ഒരു ഓപ്പർച്യൂണിറ്റി ഹയർ ലെവലിൽ നിന്നുള്ളത് യൂട്ടിലൈസ് ചെയ്യരുത്. എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു ഡയറക്ഷൻ വരും ദിവസങ്ങളിൽ കിട്ടിക്കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യാം. അല്ലെങ്കിൽ ഹയർ ലെവൽ നിഫ്റ്റി ആയാലും ഈ ഒരു ലെവലിലൊക്കെ നിഫ്റ്റിയുടെ ഷോർട്ട്സ് ആൻഡ് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ചൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ഹയർ ലെവലുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും വരുന്നത്. പക്ഷേ നിഫ്റ്റി ആയാലും സ്റ്റോപ്പ് ലോസ് ചെറിയൊരു റേഞ്ചിൽ തന്നെ സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യാൻ തൊട്ടടുത്ത റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ എക്സിറ്റ് ചെയ്യുന്ന രീതിയിൽ ചെയ്യാവുന്നതാണ്. കാരണം ഒരു ലെവലിൽ നിന്നൊക്കെ ഷോർട്ട് സെല്ലിന്റെ ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു ട്രെൻഡിന്റെ ഒരു സ്റ്റാർട്ടിങ് ആയിരിക്കാം, ഹയർ ലെവലിൽ നിന്നുള്ളൊരു ട്രെൻഡിന്റെ ഒരു സ്റ്റാർട്ടിങ് ആയിരിക്കാം. അപ്പോൾ പക്ഷേ എക്സാക്റ്റ് ആയിട്ട് റൈറ്റ് സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തുകൊണ്ടായിരിക്കണം ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. അപ്പോൾ വരും ദിവസങ്ങളിലായാലും നിഫ്റ്റിനെ ആയാലും എങ്ങനെ നമുക്കത് മാനേജ് ചെയ്യാം. ലോവർ ലെവലിലായാലും നിഫ്റ്റിയിലായാലും 21,660 ഈ ഒരു ലെവൽ തന്നെയാണ് സപ്പോർട്ട് വരുന്നത്, ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് ലെവൽ വരുന്നത്. ഹയർ ലെവലിലേക്ക് ആയാലും നിഫ്റ്റി ആയാലും 21,880 ഒക്കെ അടുത്താണ് ഹയർ ലെവൽ റെസിസ്റ്റൻസ് ആയിട്ട് നിഫ്റ്റിയിലായാലും കാണുന്നത്. അപ്പോൾ വരും ദിവസങ്ങളായാലും നമുക്ക് ഈ ഒരു ട്രെൻഡ് എങ്ങനെ മാനേജ് ചെയ്യാം. പറയുന്നൊരു ട്രേഡിംഗ് പ്ലാൻ എപ്പോഴും ശ്രദ്ധിക്കുക. നിങ്ങൾ സപ്പോർട്ട് റെസിസ്റ്റൻസ് മാത്രം ഫോളോ ചെയ്തിട്ട് കാര്യമില്ല. നമുക്ക് പറയുന്നൊരു ട്രേഡിംഗ് പ്ലാനും കൂടി കൃത്യമായിട്ട് നോക്കി അപ്ലൈ ചെയ്താലാണ് പ്രോഫിറ്റ് ആവുള്ളൂ. ബാങ്ക് നിഫ്റ്റി വലിയൊരു ഫാള് കഴിഞ്ഞ ദിവസത്തിൽ വന്ന് നിൽക്കുന്ന ഒരു സമയത്താണ് നമ്മളത് സൂചിപ്പിച്ചിരുന്നത്. നമ്മുടെ സപ്പോർട്ട് എവിടെയാന്ന് നോക്കുക, 44,860. അപ്പോൾ ഈ ഒരു സപ്പോർട്ടിലാണ് ബാങ്ക് നിഫ്റ്റി നിലനിൽക്കുന്നത്. ബാങ്ക് നിഫ്റ്റി വലിയൊരു ഫാള് കഴിഞ്ഞു, നെക്സ്റ്റ് ഡേ ഒരു ഓപ്പണിംഗ് എന്ന് പറയുന്നത് സപ്പോർട്ടിലാണ്. നമ്മൾ അതിന്റെ തലേദിവസം സൂചിപ്പിച്ചിരുന്ന ഇതൊരു സപ്പോർട്ട് ലെവലാണ് ബാങ്ക് നിഫ്റ്റി അത് ഹോൾഡ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്ത് നിലനിൽക്കുമ്പോൾ ബൈക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകേണ്ടത്. അടുത്തൊരു റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുമ്പോഴായാലും ബൈക്കാണ് കൂടുതൽ അവിടെ ഇമ്പോർട്ടൻസ് നൽകേണ്ടത്. അപ്പോൾ കഴിഞ്ഞ ദിവസമായാലും നമ്മൾ നൽകിയിരിക്കുന്ന റെസിസ്റ്റൻസിന്റെ അടുത്തുനിന്ന് ആ ഒരു ഫാള് വന്നിരുന്നു. ആ ഒരു ഫാള് വലിയ രീതിയിലേക്ക് അല്ലെങ്കിൽ അത്യാവശ്യം നല്ല പ്രോഫിറ്റ് ഒക്കെ തന്നിരുന്നു. അതിനുശേഷമായാലും വീണ്ടും ബൈയുടെ ഒരു സെന്റിമെന്റിലേക്ക് നിലനിൽക്കുന്നതാണ് നമ്മൾ ബാങ്ക് നിഫ്റ്റിയിൽ അത് കണ്ടിരുന്നത്.
അപ്പോൾ പറയുന്ന ഒരു പ്ലാനുകൾ അനുസരിച്ച് എപ്പോഴും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നിഫ്റ്റിയിലായാലും ഇപ്പോൾ വരും ദിവസങ്ങളിലായാലും നമുക്കത് എങ്ങനെ മാനേജ് ചെയ്യാം. ഇപ്പോൾ നിഫ്റ്റിയിലും ഇപ്പോൾ വരും ദിവസങ്ങളായാലും 21,660 സപ്പോർട്ട്, അതിൻ്റെ 660 680 എന്ന് പറയുന്ന റേഞ്ച് സപ്പോർട്ടായിട്ടായിരിക്കും ലോവർ ലെവൽ അത് വർക്ക് ചെയ്യുന്നത്. 660 ഹോൾഡ് ചെയ്താൽ നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ പറഞ്ഞിരിക്കുന്ന 715 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ബൈ എടുക്കാനാണ്. ഇത് 660 ഹോൾഡ് ചെയ്താൽ 680 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യണം. 660 ഹോൾഡ് ചെയ്തിട്ട് ഇതിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുന്നില്ലെങ്കിൽ വീക്ക്നെസ് ആണ്. ഓപ്പണിംഗിൽ പറഞ്ഞിരിക്കുന്ന സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് വരികയാണെങ്കിൽ വീക്ക്നെസ് ആണ്. ചെറിയ ടൈം ഫ്രെയിമിലെ ഷോർട്ട്സ് ആൻഡ് ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 600 സപ്പോർട്ട് ഉണ്ട്, 600 ഹോൾഡ് ചെയ്യുന്നുണ്ട് നോക്കുക. 600 വിട്ട് കഴിഞ്ഞാൽ നിഫ്റ്റിയുടെ സപ്പോർട്ട് 21,500 താഴെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നൽകിയിരിക്കുന്ന ലോവർ ലെവൽ സപ്പോർട്ട് ഇവിടെ വർക്ക് ചെയ്യും. 21,485 ആണ് സപ്പോർട്ട് വരുന്നത്. അപ്പോൾ നിഫ്റ്റിയിൽ ഓപ്പൺ ചെയ്തത് ഇൻ കേസ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. 21,732 സപ്പോർട്ട് ഹോൾഡ് ചെയ്തിട്ടാണെങ്കിൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി അഗ്രസീവായിട്ട് യൂട്ടിലൈസ് ചെയ്യരുത്. ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 21,804 റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. ഇതിൻ്റെ താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്താലാണ് വീണ്ടും വീക്ക്നെസ് വരുന്നത്. അപ്പോൾ നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത് 21,880 റെസിസ്റ്റൻസിന്റെ ഒരു മുകളിലാണെങ്കിൽ ബൈക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകേണ്ടത്. 880 റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുമ്പോൾ ബൈക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകേണ്ടത്. പക്ഷേ 912 റെസിസ്റ്റൻസ് ഉണ്ട്. ഇതിന്റെ താഴെ സ്റ്റോപ്പ് ലോസ് നിർബന്ധമായിട്ടും പ്ലേസ് ചെയ്യണം. 850 താഴെ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്ന ഈ പറഞ്ഞിരിക്കുന്ന രണ്ട് റേഞ്ചിന്റെ ഇടയിലാണ്. ഈ ഒരു രണ്ട് റേഞ്ചിന്റെ ഇടയിലാണെങ്കിൽ നിഫ്റ്റിയിൽ സപ്പോർട്ടായിട്ട് നിലനിൽക്കുക. ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ ശ്രദ്ധിക്കുക, ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ നിഫ്റ്റിയിൽ സപ്പോർട്ടായിട്ട് നിലനിൽക്കുക 21,804 മുൻപ് നൽകിയിരിക്കുന്ന റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ 804 താഴത്തേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. അല്ലെങ്കിൽ 804 ഹോൾഡ് ചെയ്ത് നിലനിൽക്കുമ്പോൾ ബൈയുടെ സെന്റിമെന്റ് എന്നുള്ളത് മനസ്സിലാക്കുക. 850 റെസിസ്റ്റൻസ് ആണ്. 850 മുകളിലേക്ക് പോകാൻ പറ്റാതെ 804 താഴത്തേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രമാണ് ഷോർട്ട്സ് ആൻഡ് ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. ലോവർ ലെവൽ 21,732 ആണ് സപ്പോർട്ട് വരുന്നത്. സപ്പോർട്ട് ഒരു താഴെ ഒരു ഓപ്പണിംഗ് ചെറിയ ടൈമിലെ ഷോർട്ട്സ് ആൻഡ് ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. അടുത്ത സപ്പോർട്ടുകൾ മനസ്സിലാക്കി വയ്ക്കുക. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലും വരും ദിവസങ്ങളിൽ നമുക്ക് ബാങ്ക് നിഫ്റ്റി എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലും ഓരോ സപ്പോർട്ട് റെസിസ്റ്റൻസുകൾ മനസ്സിലാക്കി വെക്കുക. ഇപ്പോൾ വരുന്ന ദിവസങ്ങളിലും ഗ്യാപ് ഡൗണിംഗ് ആണ്, വരുന്ന ദിവസങ്ങളിലും ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ 45,615 സപ്പോർട്ട് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ബൈയുടെ ഓപ്പർച്യൂണിറ്റി അതിൻ്റെ താഴത്തേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ ഷോർട്ട്സ് ആൻഡ് ഒരു ഓപ്പർച്യൂണിറ്റി. അടുത്തൊരു സപ്പോർട്ട് 465 അടുത്താണ് സപ്പോർട്ട് വരുന്നത്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ 465 താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്താലാണ് വീക്ക്നെസ്, അല്ലെങ്കിൽ ഈ ഒരു ലെവലിൽ നിന്ന് ബൈയുടെ ഓപ്പർച്യൂണിറ്റി കിട്ടിയ യൂട്ടിലൈസ് ചെയ്യാം. ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നാലും സപ്പോർട്ടിലാണെങ്കിൽ ബൈ ആണ്. 465 സപ്പോർട്ടിലാണെങ്കിൽ ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുക. റെസിസ്റ്റൻസിന് മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ വീണ്ടും ബൈ സെന്റിമെന്റാണ്. ഹയർ ലെവലിലേക്ക് റെസിസ്റ്റൻസ് 710 ആണ്. 710 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്തിട്ട് നോക്കുക. ഇൻ കേസ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് 47,840 താഴെയാണെങ്കിൽ ഷോർട്ട്സ് ആണ് ഇമ്പോർട്ടൻറ്റ് നൽകുക. 840 മുകളിലാണെങ്കിൽ അടുത്ത റെസിസ്റ്റൻസ് 975 ആണ്. 840 മുകളിൽ നിലനിൽക്കുമ്പോൾ മാത്രം ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. 840 താഴത്തേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ ഷോർട്ട്സ് ആൻഡ് ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. അതുപോലെ തന്നെയാണ് 975 റെസിസ്റ്റൻസ്. 975 റെസിസ്റ്റൻസിന്റെ മുകളിൽ മാത്രമാണ് ബൈയുടെ ഓപ്പർച്യൂണിറ്റി. ഇതിന്റെ താഴത്തേക്ക് ഷോർട്ട്സ് ആൻഡിന് മാത്രമാണ് ഇമ്പോർട്ടൻസ് നൽകേണ്ടത്. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ഇത്തരം ലെവലുകൾ ഫോളോ ചെയ്താൽ, ഇത്തരം സപ്പോർട്ട് റെസിസ്റ്റൻസുകളൊക്കെ ഫോളോ ചെയ്ത് എക്സാക്റ്റ് ആയിട്ടുള്ള ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് സാധിക്കും. മാർക്കറ്റിലെ വലിയ അവസരമായിട്ട് വരും ദിവസം അപ്ഡേറ്റിൽ വീണ്ടും കാണാം. എല്ലാവരും വലിയ ഷെയറുകളും കമ്പനികളും പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.